എങ്ങനെ നമുക്ക് ഈ നേട്ടങ്ങൾ കൈവശമാക്കുവാൻ സാധിക്കും? തിരുവചനം വായിക്കുമ്പോൾ നാം കാണുന്നു, അബ്രഹാമിനെയും ഈ നേട്ടത്തിലേക്ക് എത്തിക്കുവാൻ, ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് എത്തിക്കുവാൻ, വാഗ്ദത്ത വിഷയം പ്രാപിക്കുവാൻ സാധ്യമാക്കിയ ചില കുടുംബ ജീവിതത്തിലെ പ്രത്യേകതകൾ. ഒന്നാമത്തെ പ്രത്യേകത, തിരുവചനം വായിക്കുമ്പോൾ നാം കാണുന്നു, ദൈവകൽപ്പന വിചിന്തനം കൂടാതെ അനുസരിക്കുന്നവനായിരുന്നു അബ്രഹാമും കുടുംബവും. അതെ, ഈ പകലിൽ ദൈവവചനം നമ്മോട് സംസാരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിരുവചനം നമ്മോട് പറയുകയാ, ദൈവകൽപ്പന വിചിന്തനം കൂടാതെ അനുസരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ഉറവ പൊട്ടിപ്പുറപ്പെടും. അനുസരിച്ചാൽ അനുഗ്രഹമുണ്ടാകുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കളോട് ദൈവം തമ്പുരാൻ പറയുന്നുണ്ട്, ഈ കൽപ്പന ഞാൻ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വെച്ചിരിക്കുകയാ, ഇത് നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹമുണ്ടാകും എന്നാ പറയുന്നത്. അനുസരണം അനുഗ്രഹത്തിന്റെ മുന്നോടിയാണ്. അതുകൊണ്ടാണ് 10 കൽപ്പനയിൽ പറയുന്നത്, നിനക്ക് നന്മയുണ്ടാകാൻ, അതെ, നീ ദീർഘക്ഷമയോടെ ഇരിപ്പാൻ, നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം. നിനക്ക് നന്മയുണ്ടാകണമെങ്കിൽ, ദീർഘായുസോടുകൂടി ഇരിക്കണമെങ്കിൽ, നന്മയും ദീർഘായുസും വേണമെങ്കിൽ നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം, അനുസരിക്കണം. മാത്രമല്ല, സദൃശ്യവാക്യാരൻ പറയുന്നുണ്ട്, അനുസരിക്കാത്ത കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിക്കളയും. ദൈവശിക്ഷയാ സൂചിപ്പിക്കുന്നത്. അനുസരണം അനുഗ്രഹത്തിന്റെ മുന്നോടിയാ, അത് മറന്നു പോകരുത്. കടമപ്പെട്ടവരെ അനുസരിക്കുവാൻ നമുക്ക് കടമയുണ്ട്. മാതാപിതാക്കളാണെങ്കിലും ഗുരുക്കന്മാരാണെങ്കിലും ചുമതലപ്പെട്ടവരാണെങ്കിലും അവരെ അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ ആദ്യ പടി. ഒരുപക്ഷെ ഇന്നിൻ്റെ ഈ കാലഘട്ടം അനുസരണം എന്ന് പറയുന്നത് അല്പ പ്രയാസമുള്ള ഒരു കാലഘട്ടമാണ്. കുഞ്ഞുങ്ങളെ പോലും ഒന്ന് നേരെ നടത്താൻ വലിയ പാടാ മാതാപിതാക്കൾക്ക്, അല്ലേ? പലപ്പോഴും ഓരോ ദിവസവും ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ ഓരോ ആശങ്കകളാ. എന്ത് ചെയ്യുക, അവനോട് പറഞ്ഞാൽ കേൾക്കുകയില്ല. ഒന്ന് മുഷിഞ്ഞൊന്ന് പറയാൻ പറ്റുകയില്ല കുഞ്ഞുങ്ങളോട് ഇന്നത്തെ കാലഘട്ടത്തിലല്ലേ. അല്പം ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ, മാതാപിതാക്കൾക്ക് പേടിയാ, അല്ലേ? പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മൊബൈൽ ഉപയോഗിച്ച് കുട്ടിയെ വഴക്ക് പറഞ്ഞതിനാണ് 7ാം ക്ലാസ്സുകാരൻ കയറി ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് മുഖം കറുത്ത് കുഞ്ഞുങ്ങളോട് പറയാൻ പോലും പേടിയാ. അതുകൊണ്ട് അവരെ അവരുടെ വഴിക്കങ്ങ് വിട്ടേക്കാം എന്നുള്ള ചിന്തയാണ്. ഇവിടെ തിരുവചനം പറയുന്നു, ദൈവകൽപ്പന വിചിന്തനം കൂടാതെ അനുസരിച്ചവനായിരുന്നു അബ്രഹാം. അനവധി ഉദാഹരണങ്ങൾ അബ്രഹാമിന്റെ ജീവിതത്തിലുണ്ട്. അബ്രഹാം മാതാപിതാക്കളോടൊപ്പം സുഖമായി ഒരിടത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ആടുമാടുകളുണ്ട്, ദാസന്മാരും ഭൃത്യന്മാരും അനവധിയുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞപ്പോഴാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, ദൈവം അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടണം. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടണം. നിന്റെ വീട് വിട്ട് നിന്റെ ചാർച്ചക്കാരെ ഉപേക്ഷിച്ച് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടണം. എന്നിട്ടാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും, നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞത്. ഈ വാക്ക് കേട്ട അബ്രഹാം മറ്റെല്ലാം മറന്ന് തൻ്റെ കുടുംബവുമൊത്ത്, അതെ, അവനോടൊപ്പം സഹോദരപുത്രനായ ലോത്തും ചേർന്നു എന്ന് പറയുന്നത്. ദൈവകൽപ്പന അനുസരിച്ച് ദൈവത്തെ അനുഗമിച്ചു എന്ന് തിരുവചനം പറയുന്നു. അതെ, 75 വയസ്സായപ്പോഴാണ് അബ്രഹാമിന്റെ വിളി ദൈവം കേട്ട്, അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ട് അവനെ അനുസരിക്കുന്നത്, അവനെ അനുഗമിക്കുന്നത്. ഒരുപക്ഷെ അത്രയും കാലത്തെ അധ്വാനങ്ങളുണ്ട്, ഭൂമി ധാരാളമുണ്ട്, വിളവുകൾ ധാരാളമുണ്ട്, ആ സ്ഥലത്തുള്ള ബന്ധങ്ങൾ അനവധിയ, മാതാപിതാക്കളുണ്ട്. പക്ഷെ ഓർക്കുക, ഒറ്റ ദിവസം കൊണ്ട് ദൈവത്തിന്റെ വാക്ക് കേട്ട് അതെല്ലാം പാടെ ഉപേക്ഷിച്ചവനാണ് അബ്രഹാം എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. അതെ, ദൈവകൽപ്പന വിചിന്തനം കൂടാതെ അനുസരിക്കുകയായിരുന്നു അബ്രഹാം. അത് മാത്രമല്ല, അബ്രഹാമിന്റെ അനുസരണം, ദൈവകൽപ്പന അനുസരിക്കുന്ന അനവധി ഉദാഹരണങ്ങളും സന്ദർഭങ്ങളും തിരുവചനത്തിലുടനീളം കാണുന്നുണ്ട്. അതെ, നമ്മൾ പാടാറുണ്ട്, നിന്റെ ഹേതം പോലെ എന്നെ നിത്യം നാട് തീടേണമേ, എൻ്റെ ഹേതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ, നിന്റെ ഹേതം പോലെ എന്നെ നിത്യം
നിത്യം നട തീടേണമേ. നമ്മളെപ്പോഴും പാടുന്ന പാട്ടാണ്, ദൈവമേ നിന്റെ ഹിതം പോലെ എന്നെ നടത്തണം എന്നുള്ളത്. പക്ഷേ ഞാൻ നിങ്ങളും ആത്മാർത്ഥമായി ഒന്ന് ആലോചിച്ച് നോക്കുക, ദൈവഹിതം അനുസരിച്ചാണോ നമ്മുടെ ജീവിതം എന്ന്, ദൈവകൽപ്പന അനുസരിച്ചാണോ നമ്മുടെ ജീവിതമെന്ന് ഞാനും നിങ്ങളും ഓരോ ദിവസവും ആത്മാർത്ഥമായി ഒന്ന് ആഗ്രഹിക്കണം. അതെ, ദൈവഹിതത്തിന് വിരോധമായി നാം എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പ്രവർത്തിച്ചാലും അതിന്നല്ലെങ്കിൽ നാളെ ഇരട്ടിയായിട്ട് നഷ്ടപ്പെടും. ഒരുപക്ഷെ കുറച്ചു നാളൊക്കെ നിന്നേക്കാം, നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ വാരിക്കൂട്ടുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചാണെങ്കിലും അല്ലെങ്കിൽ വ്യാജമാർഗത്തിലൂടെയാണെങ്കിലും കോരിയെടുക്കുന്നതുമൊക്കെ താൽക്കാലികമായിട്ട് കണ്ടേക്കാം. അത് നിത്യമായി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുകയില്ല. തിരുവചനം നമുക്ക് പകർന്നു തരുന്നതാ. അതെ, അബ്രഹാമിന്റെ കുടുംബ ജീവിതത്തിന്റെ അനുഗ്രഹം ദീർഘക്ഷമയോടുകൂടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിക്കുവാൻ കാരണം അവൻ വിചിന്തനം കൂടാതെ ദൈവകൽപ്പന അനുസരിച്ചു എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഈ ദൈവകൽപ്പന അനുസരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങളും ഓർക്കുക. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചതാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും മുടങ്ങാതെ പ്രാർത്ഥിക്കണമെന്ന്. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ എത്ര ഭവനത്തിൽ ആരാധനയുടെ അനുഭവം രാവിലെയും വൈകിട്ടുമുണ്ട് എന്നൊന്ന് ചിന്തിക്കുക. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെയോ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ ചോദിക്കും, കുഞ്ഞുങ്ങളെ രാവിലെയും വൈകിട്ടും വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ടെന്ന്. വൈകിട്ട് മിക്കവാറും എല്ലാവരും കൈവെക്കും, പക്ഷെ രാവിലെ ഇന്ന് പ്രാർത്ഥന നഷ്ടപ്പെട്ടു. രാവിലത്തെ പ്രാർത്ഥന ഇന്ന് പല ഭവനങ്ങളിലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെയൊക്കെ കുഞ്ഞു പ്രായത്തിൽ അത് 5 മണിയൊക്കെ ആകുമ്പോഴേ വല്യപ്പച്ചനോ വല്യമ്മച്ചോ ഒക്കെ ഇരുന്ന് ഉറക്കെ പാടുന്നത് കേൾക്കാം. മൃഗജാലങ്ങൾ ഉണർന്നിടുന്ന സമയത്തു നീ കിടന്നു, മൃഗത്തെക്കാളും നിർവിചാരിയായി ഉറങ്ങാതെൻ്റെ മനമേ. അതെ, മൃഗജാലങ്ങൾ ഉണർന്നെഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കുന്ന ഈ സമയത്ത് ആ മൃഗത്തെ പോലും അവരത്ര പോലും ചിന്തയില്ലാതെ നീ ഇങ്ങനെ കിടന്നുറങ്ങുകയെന്ന് ചോദിക്കുമ്പോൾ നമ്മളും അറിയാതെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ആ പ്രാർത്ഥനയുടെ സുഗന്ധം നമ്മുടെ ഭവനങ്ങളിൽ കുറഞ്ഞു പോയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ തിരക്ക് കൂടിയത് കൊണ്ടാകാം, അധ്വാനത്തിന്റെ വഴികൾ വികസിച്ചത് കൊണ്ടാകാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ സാധ്യതകൾ കൂടിയത് കൊണ്ടാകാം ഇന്ന് ഈ പ്രാർത്ഥനയുടെ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിൽ കുറഞ്ഞു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമല്ലേ? പ്രേ ടുഗദർ സ്റ്റേ ടുഗദർ എന്നാ പറയുന്നത്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഭവനം എന്നും ഒരുമിച്ച് വസിക്കുന്നു എന്നാ പറയുന്നത്. പ്രതിസന്ധികൾ ഉണ്ടായേക്കാം, പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, അതൊക്കെ ജീവിതത്തിൽ നിശ്ചയമാണ്. അതേ, പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉടനീളം വന്നുകൊണ്ടിരിക്കാം. ഒരിക്കലും ആരും വണ്ടി വീതി ഒഴിഞ്ഞിട്ട് വാഹനം ഓടിക്കാമെന്ന് കരുതിയിരുന്നാൽ സാധിക്കുന്ന കാര്യമാണോ? റോഡിൽ ആരും ഇല്ലാത്തപ്പോൾ വാഹനം ഓടിക്കാന്ന് വിചാരിച്ചാൽ ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. പ്രതിസന്ധികൾ ഏറെയുണ്ട്, പ്രയാസങ്ങൾ ഏറെയുണ്ട്. പക്ഷെ ഓർക്കുക, അതിനെ അതിജീവിക്കണമെങ്കിൽ പ്രാർത്ഥനയാകുന്ന ഒരു വലിയ ആയുധം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. പഴയ കാലങ്ങളിൽ സന്ധ്യയ്ക്ക് പുസ്തകം വായിച്ചില്ല എങ്കിൽ അത്താഴം വിളമ്പില്ലായിരുന്നു. ഏത് പുസ്തക? വേദപുസ്തകം, ഇല്ലേ? വേദപുസ്തകം വായിക്കാതെ അത്താഴം വിളമ്പാത്ത ഒരു പാരമ്പര്യം പോലും നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഞങ്ങളൊരു കൺവെൻഷന് ഒരു പള്ളിയിൽ പോയി, ഒരു വീട് സന്ദർശനത്തിന് പോയി. അവിടെ ഭക്ഷണമൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് വാർദ്ധക്യത്തിലായ ഒരു പിതാവും മാതാവും മാത്രമേ ഉള്ളൂ. ഒരു 80 വയസ്സോളം അടുത്ത് കാണും. പക്ഷേ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു വേലക്കാരിയൊക്കെ അവിടെ ഉണ്ട്. വളരെ മനോഹരമായ ഒരു വീട്. അച്ഛനോട് പ്രത്യേകം പറഞ്ഞതാ, വളരെ മനോഹരമായ ഒരു വീട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, ഇന്റീരിയറൊക്കെ അടിപൊളി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വീട്ടിൽ ചെന്നു, വർത്താനമൊക്കെ പറഞ്ഞു. 4 പെൺമക്കൾ, അവരൊക്കെ വിദേശത്താണ്. സംസാരമൊക്കെ കഴിഞ്ഞു. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ അപ്പച്ചൻ ഒരു പാ എടുത്തു കൊണ്ടുവന്നു. ആ പാ കണ്ടപ്പോൾ ആ ഉള്ള ഇംപ്രഷൻ അങ്ങ് പോയി. കാരണം എന്താ? അഴുക്ക് പിടിച്ച് കീറി പറഞ്ഞ ഒരു പാ. പക്ഷേ നമ്മൾ ആദ്യം ചെല്ലുമ്പം ഒന്നും പറയാൻ സാധ്യമല്ലല്ലോ. എങ്കിലും വികാരി അച്ഛനോട് ഈ അച്ഛൻ പറഞ്ഞു, അച്ഛാ ഇവരോടൊന്ന് പറയണേ, ഈ പായൊന്ന് മാറ്റാൻ. എല്ലാ സൗകര്യങ്ങളുണ്ട്, ഒരു പുതിയ പാ വാങ്ങിച്ച് പ്രാർത്ഥിക്കാൻ ഒരു നല്ല പായിട്ടൂടെ. അപ്പോൾ ഈ വികാരി അച്ഛൻ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചതാ അച്ഛനിത് പറയുമെന്ന്. ഞാൻ ഇവിടെ വന്നു, ഞാനിത് മനസ്സിൽ ആദ്യം തോന്നി,
ഈ അപ്പച്ചനോടൊരു സ്വാതന്ത്ര്യമായപ്പോൾ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ഇത്രയും സൗകര്യങ്ങളൊക്കെ ഇല്ലേ, പക്ഷെ പ്രാർത്ഥിക്കാനുള്ള ആ പായൊന്ന് മാറ്റിക്കൂടെ? പക്ഷെ അപ്പച്ചൻ്റെ മുഖം അങ്ങ് വല്ലാതെ വിവരണമായി, മാത്രമല്ല കണ്ണ് നിറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്നോട്, അച്ഛനിപ്പോൾ കാണുന്നത് മനോഹരമായി ഇരുന്നല വീടും ഇതിൻ്റെ എല്ലാ ആഡംബരങ്ങളുമാണ്. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് 4 സെന്റ് സ്ഥലത്ത്, ഇതിൻ്റെ അടുത്ത് തന്നെ 4 സെന്റ് സ്ഥലത്ത് ഇടിഞ്ഞു വീഴാറായ ഒരു ചെറിയ കൂരയായിരുന്നു എനിക്കുള്ളത്. എനിക്ക് ജോലിയില്ല, ഭാര്യയ്ക്ക് ജോലിയില്ല, 4 പെൺമക്കളാണ്. അവരെ എങ്ങനെ പഠിപ്പിക്കും, അവരെ എങ്ങനെ വളർത്തും? ഞാൻ രാവിലെ മുതൽ വൈകിട്ട് വരെ എൻ്റെ പറമ്പിലും അയൽവക്കത്തെ പറമ്പിലും ഒക്കെ വേല ചെയ്യും. എൻ്റെ ഭാര്യ അടുത്ത വീടുകളിലൊക്കെ പാത്രം അഴുക്കാനും ഒക്കെ പോകും, ജോലി ചെയ്ത് കൊടുക്കാനും ഒക്കെ പോകും. കിട്ടുന്നത് കൊണ്ടാണ് 4 പേര് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ വയറ് നിറയ്ക്കാൻ ഭക്ഷണം പോലും കൊടുത്തിരുന്നത്. രാത്രി മഴ പെയ്താൽ ഞങ്ങൾക്ക് ഉറക്കമില്ല, കാരണം കുഞ്ഞുങ്ങളെ മാറ്റി കിടത്തണം, കാരണം ഒട്ടും വെള്ളം വെളിയിൽ പോവുകയില്ല. പക്ഷേ രാത്രിയുടെ യാമങ്ങളിൽ ചാണകമഴുകിയ തറയിൽ പാവിരിച്ച് ഞാനും എൻ്റെ ഭാര്യയും മുട്ടുകുത്തിയിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രാർത്ഥന കണ്ട് ആ കുഞ്ഞുങ്ങളും വന്ന് ആ പായിൽ മുട്ടുകുത്തും. അതെ, ഞങ്ങളുടെ മുട്ടുകുത്തി കീറിയതാണ് ഈ പാ, ഞങ്ങളുടെ കണ്ണുനീർ വീണ് നനഞ്ഞതാണ് ഈ പാ. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദൈവം തന്ന അനുഗ്രഹത്തിൻ്റെ ഒരു സാക്ഷ്യമാണ്. ആരുടെയൊക്കെ കരുണ കൊണ്ട് മൂത്തവള് ഏതോ ഒരു ഹോസ്പിറ്റലിൽ പോയി നേഴ്സിംഗൊക്കെ ഏതോ ഒരു കോഴ്സ് പഠിച്ച് അങ്ങനെ വിദേശത്തേക്ക് പോകാൻ അവസരം കിട്ടി. അവള് പിന്നെ ഇളയവരെയൊക്കെ പഠിപ്പിച്ച് അവർ പോയി രക്ഷപ്പെട്ടു. അതെ, ഞങ്ങളുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ നിങ്ങൾ ഓർക്കുക, നമ്മുടെ എല്ലാ ഭവനങ്ങൾക്കും ഇങ്ങനെ ഓരോ കഥകൾ പറയാറുണ്ട്. കാരണം നമ്മുടെയൊക്കെ മാതാപിതാക്കൾ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ചവരായിരുന്നില്ല. ഒരുപക്ഷെ അവർക്ക് ദൈവം ചില സാഹചര്യങ്ങളൊക്കെ കൊടുത്തു. അവരെക്കാൾ വിദ്യാഭ്യാസം ഇന്ന് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അവരെക്കാൾ ലോകം ഇന്ന് നാം കണ്ടിട്ടുണ്ട്. അവരെക്കാൾ ജീവിത സാഹചര്യങ്ങൾ ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മുടെ കഴിവല്ല. അതേ, തലമുറയോട് കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഒരു തലമുറയുടെ അനുഗ്രഹമാ ഇന്നിൻ്റെ തലമുറ അനുഭവിക്കുന്നത്. ഞാൻ നിങ്ങൾ മറന്നു പോകരുത്, ദൈവകൽപ്പന മറന്നു പോകരുത്. ആരാധനയുടെ വഴി അനുഗ്രഹത്തിന്റെ വഴിയാണ്. പ്രാർത്ഥനയുടെ വഴി നമ്മുടെ ജീവിതത്തിൽ, പ്രാർത്ഥന അത് അനുഗ്രഹത്തിന്റെ വഴിയാണ്. ആരാധനയുടെ വഴി അനുഗ്രഹത്തിന്റെ വഴിയാണ്. ഞായറാഴ്ച ആരാധനയുടെ ദിവസമാണ്. ദൈവകൽപ്പന അനുസരിക്കുന്നു. ഞാൻ നിങ്ങൾ ഓർക്കുക, നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് ആരാധനയ്ക്ക് പോകുവാൻ, പള്ളി കുർബാനയ്ക്ക് പോകുവാൻ വേണ്ടി ഏറെ വസ്ത്രങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരെണ്ണം മാറ്റി മടക്കി വെച്ചിട്ടുണ്ട്. കാൽപ്പട്ടിയിലൊക്കെ മടക്കി വെച്ചിരിക്കുന്നൊന്ന് ഓർത്താൽ മതി, ഇല്ലേ? അവർ പള്ളിയിൽ അത് എടുത്തുകൊണ്ടാണ് പോകുന്നത്. പള്ളി കഴിഞ്ഞ് വന്നാൽ അതിങ്ങനെ നിവർത്തിയിട്ട് ഉണക്കി മടക്കി വീണ്ടും വെക്കും അടുത്ത ആഴ്ച പള്ളിയിൽ പോകാൻ. മുടങ്ങാതെ പള്ളിയിൽ പോകും, മുടങ്ങാതെ വിശുദ്ധ കുർബാന അനുഭവിക്കും. ഒരുപക്ഷെ ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥമൊന്നും അവർക്ക് ഏറെ പരിചിതമല്ല. എന്താ പാടുന്നതെന്നോ എന്നാ അതിൻ്റെ അർത്ഥമൊന്നും അറിഞ്ഞൂടെ. പക്ഷേ അവർക്കൊരു കാര്യം അറിയാം, ഞാൻ എൻ്റെ യേശുവിനെ അനുഭവിക്കുകയാണ്, ഞാൻ എൻ്റെ യേശുവിനെ അനുഭവിക്കുക. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ കരം പിടിച്ചുകൊണ്ട് അവർ പള്ളിയിൽ പോകുന്നത്. ഞാൻ നിങ്ങൾ ഓർക്കുക, ഇന്ന് ജീവിതത്തിൽ തിരക്കുകൾ ഏറെ ഉണ്ടായി. അന്ന് രാപകൽ അധ്വാനിച്ചുകൊണ്ട് ജീവിച്ചുവെങ്കിൽ ഇന്ന് നമുക്ക് അധ്വാനം കുറവാണെങ്കിലും തിരക്കുകൾ ഏറെയാണ്. പക്ഷേ ആരാധനയുടെ വഴി നമ്മൾ മറന്നിട്ടില്ലേ എന്നോർക്കുക. ഒരു നല്ല ട്യൂഷൻ ഉണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയുടെ വഴി അവരുടെ മുമ്പാകെ നാം അടച്ചു കളയും. പള്ളിയിൽ പോയിട്ട് എന്ത് കിട്ടാനാ, ഇല്ലേ? പലപ്പോഴും സൺഡേ സ്കൂളിന്റെ ക്ലാസ്സുകൾ പോലും ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പാകെ അന്യമായിരിക്കും. ഒരുപക്ഷെ ഒരു പരിധിവരെ മാതാപിതാക്കൾ തന്നെയാണ് അതിന് കാരണമായിരിക്കുന്നത്. യേശുതമ്പുരാന്റെ തിരുശരീര രക്തങ്ങൾ നിത്യജീവന്റെ വഴി ആഹാരമാണ്. വിശുദ്ധ മാമോദീസയുടെ സമയത്ത് പിഞ്ചു പൈതലിനെ തല തൊടുന്ന ആൾ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ വട്ടക്കാരൻ ആ കുർബാന അവന്റെ നാവിൽ തൊടുമ്പോൾ ചൊല്ലാറുണ്ട്, പറുദീസയിൽ ആദാം രുചി നോക്കാത്ത ഫലം സാമോദം വയ്ക്കുന്നു നിന്റെ വായിൽ. അതെ, രക്ഷയുടെ ഫലമാ ഈ നൽകുന്നത്. ഞാൻ നിങ്ങൾ ഓർക്കുക, യേശുതമ്പുരാന്റെ തിരുശരീര രക്തങ്ങൾ മുറിക്കുന്ന ആ വേളയിൽ, രക്ഷയുടെ ഫലം നമ്മുടെ നാമിന്മേൽ വെക്കുന്ന ആ വേളയിൽ എത്ര പേർ ഇതനുഭവിക്കുവാൻ ഈ ആലയത്തിലേക്ക് അടുത്ത് വരുന്നുണ്ട്? അല്ലെങ്കിൽ ഇതിനെ നോക്കി നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് നാം ഒളിയിട്ട് പോകുകയല്ലേ? ഇതിനെ അലക്ഷ്യമാക്കി കളയുകയല്ലേ? ഇതിനെ അവഗണിച്ച് കളയുകയല്ലേ എന്ന് ഞാൻ നിങ്ങളും ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിക്കുക. അതെ, ദൈവകൽപ്പന അനുസരിച്ചാൽ അനുഗ്രഹമുണ്ട്. തിരുവചനം വായിക്കുന്നു, അബ്രഹാം വിചിന്തനം കൂടാതെ ദൈവകൽപ്പന അനുസരിച്ചു. അവൻ വിചാരിച്ചില്ല ഇനി എങ്ങോട്ടാ പോകുന്നത്, അവിടെ പോയ എന്താണ് പ്രയോജനം എന്ന്. പലപ്പോഴും നമുക്കറിയാം എന്താണ് പ്രയോജനം. എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു വഴിയിലേക്ക് പോകുകയുള്ളൂ. അതുകൊണ്ടാണ് പലരും ചോദിക്കുക, പള്ളിയിൽ പോയാൽ സഭ ജോലി തരൂ, സൺഡേ സ്കൂൾ പഠിച്ച സഭയിൽ നിന്ന് ജോലി കിട്ടുമോ, എന്താണ് പ്രയോജനം എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഏത് ദേശമെന്ന് അബ്രഹാം ചോദിച്ചില്ല. അവിടെ എങ്ങനെയാണ് സാഹചര്യമെന്ന് അബ്രഹാം ചോദിച്ചില്ല.
അവിടെ അനുകൂലമായ കാലാവസ്ഥയാണോ എന്ന് അബ്രഹാം ചോദിച്ചില്ല. തിരുവചനം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, അവൻ തന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് അവൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചു എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾ ഓർക്കുക, ഭൂമിയിൽ നമുക്ക് അനവധി സങ്കേത സ്ഥാനങ്ങളുണ്ട്, പ്രലോഭനത്തിന്റെ അനവധി ഇടങ്ങളുണ്ട്. നമുക്കറിയാം, ആധുനിക കാലത്ത് വിദ്യാഭ്യാസത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. വിരൽത്തുമ്പിലാണ് വിദ്യയുടെ വിളയാട്ടം, അറിവിന്റെ ഉറവ. അതെ, മൊബൈൽ മതി നമുക്ക് പഠിക്കുവാൻ. ആധുനിക കാലഘട്ടം അങ്ങനെയാണ്. പക്ഷേ കാലഘട്ടം വളരുമ്പോൾ, വിദ്യ വളരുമ്പോൾ, അറിവ് വികസിക്കുമ്പോൾ ദൈവത്തെ മറന്നു പോകരുത്, ദൈവകൽപ്പന നിരസിച്ച് കളയരുത്. വിചിന്തനം കൂടാതെ അതിനെ അനുസരിക്കുവാൻ നമ്മുടെ തലമുറയെ പഠിപ്പിക്കണം. പരിശുദ്ധ മറിയത്തെ കുറിച്ച് പറയുന്നു വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്ന് കല്യാണം നിശ്ചയിച്ച യുവതിയായ ഒരു പെൺകുട്ടിയോട് മാലാഖ പറയുമ്പോൾ അവൾ പറയുകയാ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. എനിക്ക് മറ്റൊരാഗ്രഹമില്ല, ഇനി പുതിയൊരു ജീവിത കാഴ്ചപ്പാട് എനിക്കുമില്ല. ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അതാണ് ദൈവഹിതത്തിന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ. നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ പ്രയാസങ്ങളിലൂടെയുള്ള യാത്രയാകാം, പ്രതിസന്ധികളുടെ വഴികളാകാം. പലപ്പോഴും പലരും പറയാറുണ്ട്, ഒന്നിന് പിറകെ ഒന്നാൽ ഒരെണ്ണം അങ്ങോട്ട് മാറുമ്പോഴാണ് അടുത്തത്. എന്താ ഇങ്ങനെ? എന്തെങ്കിലും ഒരു ശാന്തി ഉണ്ടോ? എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടോ? ഒന്നുകിൽ ഭർത്താവിനെ കുറിച്ചുള്ള പ്രയാസങ്ങൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ശാരീരിക രോഗത്തെക്കുറിച്ചുള്ള പ്രയാസങ്ങൾ, അല്ലേ? ഇങ്ങനെ അനവധി പ്രതിസന്ധികൾ ഉണ്ടാകും. പക്ഷേ ഞാൻ നിങ്ങളും ഓർക്കുക, നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മെ ദൈവം വിളിച്ചത് നാശത്തിലേക്കല്ല. കാരണം പരിശുദ്ധ മാമോദീസയുടെ വേളയിൽ നമ്മെ ദൈവം മുദ്രയിട്ടത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി മുദ്രയിട്ടതാണ്. ആ നിത്യജീവന് വേണ്ടി ദൈവം നമ്മെ വിളിച്ചെങ്കിൽ ദൈവം തമ്പുരാൻ നമ്മെ അവിടെ എത്തിക്കും. അതുകൊണ്ട് അവന്റെ കൽപ്പനകൾ വിചിന്തനം കൂടാതെ അനുസരിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. പരിശുദ്ധ മറിയം ആ വഴി നമുക്ക് കാണിച്ചു തന്നതാണ്. ഒരുപക്ഷെ ഇന്ന് ചിന്താശേഷി വളർന്നപ്പോൾ, വിദ്യാഭ്യാസം കൂടിയപ്പോൾ, നമ്മുടെ അറിവിന്റെ വിഭവങ്ങൾ ഏറെ വളർന്നപ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവകൽപ്പന നിരസിക്കുന്നവരായി തീർന്നിട്ടില്ലേ എന്ന് ഓരോ നിമിഷവും ചിന്തിച്ചു കൊള്ളുക. നമ്മുടെ തലമുറയും ആ വഴിയിൽ വളർത്തുവാൻ സാധിക്കണം. സന്ധ്യയ്ക്ക് സ്ലീബാ നമസ്കാരത്തിൽ നാം പാടാറുണ്ട്, ക്രൂശിന്മേൽ തല ചായ്ച്ചോൻ വലഭാഗത്തായി മുടിമുടയുന്നത് കണ്ടപ്പോൾ സഹദേന്മാർ നിങ്ങൾ നാനാവിധ യാതനകളെയും കൂസാതെ ഗളരുധിരത്താൽ ധവളിമയംഗങ്ങൾ കുളവാക്കി എന്നാണ്. അതേ, ഉടയവൻ, നിങ്ങളുടെ സ്നേഹിതൻ, നിങ്ങളുടെ ഗുരു, നിങ്ങളുടെ യജമാനൻ ക്രൂശിന്മേൽ തൂങ്ങി മരിച്ചത് കണ്ടപ്പോൾ, മാത്രമല്ല അവൻ ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് കിരീടങ്ങൾ മുടയുന്നത് കണ്ടപ്പോൾ, സഹദേന്മാരായ നിങ്ങൾ പീഡകളെ ഗണ്യമാക്കാതെ കഴുത്തിലെ ചോരയാൽ നിങ്ങളുടെ അവയവങ്ങളെ ശോഭിപ്പിച്ചു എന്നാണ് അവരെ പുകഴ്ത്തിക്കൊണ്ട് നാം പാടുന്നത്. അതെ, ദൈവകൽപ്പന അനുസരിക്കുകയാണ്. അതെ, പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അവർ ഭയപ്പെടുന്നില്ല. പ്രതികൂലതകളെ തരണം ചെയ്യുന്നതിൽ അവർ പതറിപ്പോകുന്നില്ല. ഞാൻ നിങ്ങളും ഓർക്കുക, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചുറ്റും അനവധി പ്രലോഭനങ്ങളുണ്ട്. വളർന്നു വരുന്ന തലമുറയ്ക്ക് ചുറ്റും അനവധി പ്രലോഭനങ്ങളെ. ഈ അടുത്ത ദിവസം തിരുവനന്തപുരത്ത് ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്കൂളിന്റെ മുമ്പിൽ നിന്ന് ഒരമ്മ നിലവിളിക്കുന്നത് സോഷ്യൽ മീഡിയയിലോ വാർത്തയിലൊക്കെ നമ്മൾ കണ്ടതാ. എന്താ? 7-ാം ക്ലാസ്സിലോ 8-ാം ക്ലാസ്സിലോ പഠിക്കുന്ന അവളുടെ കുഞ്ഞിനെ, അവളുടെ മകളെ പോലും മയക്കുമരുന്നിന് അടിമയാക്കുന്നുള്ളത്. ഒരുപക്ഷെ നമ്മളറിയാത്ത ഒരു വലിയ ചതിക്കുഴിയുടെ വലയാണ് ഇന്ന് നമ്മുടെ ചുറ്റും പരന്നുകൊണ്ടിരിക്കുന്നത്. ആരും അറിയാതെ, ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ലവരാകാം, ആരും അറിയാതെ നമ്മുടെ മക്കളെയൊക്കെ നമ്മിൽ നിന്നും അകറ്റുന്ന, ജീവിതത്തിൽ നിന്ന് പോലും അകറ്റുന്ന, അതെ, അവരെ തെറ്റായ വഴിയിലേക്ക് സ്വാധീനിക്കുന്ന അനവധി ചതിക്കുഴികൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഇതിൽ നിന്നും അവരെ സംരക്ഷിക്കുവാൻ എപ്പോഴും അവരുടെ പിന്നാലെ പോകുവാൻ നമുക്ക് സാധ്യമല്ല, അല്ലേ? അവരെവിടെ പോകുന്നു, അവരെങ്ങനെയാണെന്നും നമുക്കാർക്കും പറയാൻ സാധ്യമല്ല. ഒരിക്കലെങ്കിലും ഇന്നലെ നമ്മൾ വായിച്ചു കേട്ട വാർത്തയിൽ ആ അമ്മ കരുതിയോ തൻ്റെ മകൾ തന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന്? അല്ലേ? ഒരിക്കലും കരുതിയതല്ല. അതെ, അങ്ങനെയൊക്കെയുള്ള ചുറ്റുപാടുകളാണ് നമുക്കുമുള്ളത്. ഞാൻ നിങ്ങളും ഓർക്കുക, ഏറ്റവും സുരക്ഷിതമായ ഇടമെന്ന് പറയുന്നത് ദൈവ കൃപയിൽ അവരെ മറയ്ക്കുക എന്നുള്ളതാണ്. ബാല്യത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മീക ജീവിതത്തിന്റെ തണലിൽ അവരെ സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ. എങ്കിൽ മാത്രമേ ആ തണലിൽ അവർ സുരക്ഷിതരായി വളർന്നു വരികയുള്ളൂ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു പള്ളിയിൽ ശുശ്രൂഷിക്കുമ്പോൾ അവിടെ മദ്ബഹായിൽ കയറുന്ന ഒരു പയ്യനാണ്.
അവൻ ബാംഗ്ലൂരിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവൻ വരുമ്പോഴൊക്കെ രാവിലെ പള്ളിയിൽ വരും, മദ്ബഹായിൽ കയറും. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ പറഞ്ഞു, അവിടെയൊക്കെ ആണെങ്കിൽ അടിച്ചു പൊളിക്കാനാണ് ഇഷ്ടം പോലെ അവസരം. ഇപ്പം എൻ്റെ കൂടെ ഉള്ള കൂട്ടുകാരൊക്കെ എവിടൊക്കെയോ പോയിരിക്കുക. ഞാൻ ചോദിച്ചു, നീ എന്താ പോകാഞ്ഞു? എനിക്കങ്ങനെ തോന്നുകയല്ല അച്ഛാ. മാത്രമല്ല, ജീവിതത്തിൻ്റെ ആസ്വാദ്യതകളിലേക്കൊക്കെ, താൽക്കാലിക ആസ്വാദ്യതകളിലേക്കൊക്കെ പോകുന്നവരെ കുറിച്ച് പറഞ്ഞു. എന്താ നിനക്ക് അങ്ങനെ പോകണമെന്നുണ്ടോ? അവൻ എന്നോട് പറഞ്ഞതാണ്, അച്ഛാ ഞാൻ അങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം ഞാൻ അങ്ങനെ വല്ലതും ചിന്തിക്കുമ്പം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഈ ബലിപീഠവും ഇവിടുന്ന് അനുഭവിക്കുന്ന കുർബാനയുടെ ചിത്രം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് മറ്റൊരു അശുദ്ധിയിലേക്കും പോകുവാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എന്ന്. എന്നവൻ നല്ല നിലയിലേക്ക് എത്തി. ഞാൻ പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഈ ഒരു ബോധ്യമുണ്ടെങ്കിൽ, എൻ്റെ ദൈവം എന്നെ നിത്യജീവന് വേണ്ടി മുദ്രയിട്ടതാണ്, അവൻ്റെ തിരുശരീര രക്തങ്ങൾ എൻ്റെ നാവിന്മേലുണ്ട് എന്നൊരു ബോധ്യമുണ്ട് എങ്കിൽ ഒരിക്കൽ പോലും ഒരശുദ്ധിയിലേക്ക് തിരിയുവാൻ അവർക്ക് തോന്നുകയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെ അനുവദിക്കുകയില്ല. നമുക്ക് ചില പരിമിതികളുണ്ട് അവരുടെ പിന്നാലെ കണ്ണുകൾ പരതുവാൻ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും ഒരു അശുദ്ധാത്മാവ് തൊടുകയില്ല. അതുകൊണ്ട് ഓർക്കുക, ദൈവകൽപ്പന വിചിന്തനം കൂടാതെ അനുസരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ തലമുറയും ദൈവത്തിന്റെ കരുതലിന്റെ തണലിൽ, ആത്മീയതയുടെ തണലിൽ മറച്ച് അവരെ വളർത്തുവാൻ തക്കവണ്ണം ഇടയാകണം. ആത്മീയതയുടെ തണലിൽ നാം അവരെ മറയ്ക്കണമെങ്കിൽ അതിന്റെ ഉത്തമ പാഠം ആരംഭിക്കേണ്ടത് നമ്മുടെ ഭവനങ്ങളിൽ തന്നെയാ. പ്രാർത്ഥനയുടെ അന്തരീക്ഷം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകണം. ആരാധനയുടെ ശബ്ദം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകണം. തീർച്ചയായും അവൻ എവിടെ പോയാലും ആ ആരാധനയുടെ സമയം അവൻ മറക്കുകയില്ല. ആരാധനയുടെ ശബ്ദം അവന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. അവൻ തനിയെ അതേറ്റു ചൊല്ലും എവിടെയാണെങ്കിലും. അതുകൊണ്ട് ഓർക്കുക, ദൈവകൽപ്പന അനുസരിക്കുന്ന ഒരു തലമുറയായി നമുക്ക് മാറാം. അബ്രഹാമിനോട് ദൈവം പറയുകയാ, ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും, നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തതാ. അവൻ ആ വാഗ്ദത്ത വിഷയം പ്രാപിച്ചതാ. തിരുവചനം പറയുന്നു, ആ വാഗ്ദത്ത വിഷയം പ്രാപിക്കാൻ കാരണം ദൈവകൽപ്പന വിചിന്തനം കൂടാതെ അനുസരിക്കുകയായിരുന്നു. യുക്തിസഹമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പോയിട്ട് എന്താ ഗുണമെന്നോ ഒന്നും അവൻ ചിന്തിച്ചില്ല. ആശങ്കയേതുമില്ലാതെ ഇതാണ് എൻ്റെ ജീവിതത്തിൽ ദൈവഹിതമെങ്കിൽ അവനുറ്റവരെയും ഉടവരെയും വിട്ട് അവനൊരു പുതിയ സ്ഥലത്തേക്ക് യാത്രയാവുകയായിരുന്നു എന്നുള്ളതാണ്. ഈ പകലിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതത്തിന് എന്തുമാത്രം സ്ഥാനം നാം നൽകിയിട്ടുണ്ട്? നമ്മുടെ ഇഷ്ടങ്ങളാണോ? ഒരു നോമ്പിന്റെ വേളയിൽ പലപ്പോഴും ഒക്കെ ഈ നോമ്പിൽ വീടുകളിൽ പ്രാർത്ഥന വെക്കുമ്പോൾ തന്നെ നോമ്പിന് വിരുദ്ധമായിട്ടുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുവരും. ഞാൻ അവരോട് ചോദിക്കുക, എന്താ? അച്ഛാ എല്ലാവരും ഒക്കെ ഉപയോഗിക്കുന്നതല്ലേ. ഞാൻ അന്നേരം പറഞ്ഞ ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ ഓർക്കുക, നമുക്ക് സമ്പൽ സമൃദ്ധിയൊക്കെ തന്നത് ദൈവമാണ്. ആ സമ്പൽ സമൃദ്ധിയിൽ മറ്റുള്ളവരുടെ ജീവിതത്തിന് ഇടർച്ചയാകുന്ന, ആത്മീക ജീവിതത്തിന് ഇടർച്ചയാകുന്നത് നാം എന്തിനാ മനഃപൂർവ്വം ചെയ്തു കൊടുക്കുന്നത്? അല്ലേ? നാം അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് എന്തിനാ? നാമായിട്ട് ഒരു ആത്മീക ജീവിതത്തിന് ഇടർച്ച ഉണ്ടാക്കുന്നത് എന്തിനാ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഞാൻ നിങ്ങളും ഓർക്കുക, അതെ, ദൈവകൽപ്പന വിചിന്തനം കൂടാതെ അനുസരിക്കണം. അത് ഓരോ ഘടകങ്ങളിലും നമ്മൾക്ക് കഴിയുന്ന ഇടങ്ങളിലൊക്കെ അത് അതേപടി നിവർത്തിക്കുവാൻ നമുക്ക് സാധിച്ചാൽ, അനുസരിച്ചാൽ അനുഗ്രഹമുണ്ട്. നിശ്ചയം തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ ആ അനുസരണത്തിന്റെ വഴി നമുക്ക് കാണിച്ചു തന്നതാ. ശമൂവേൽ ബാലൻ അനുസരണത്തിന്റെ വഴി നമുക്ക് കാണിച്ചു തന്നതാ. അപ്പോസ്തലന്മാർ അനുസരണത്തിന്റെ വഴി നമുക്ക് കാണിച്ചു തന്നതാ. സഹദേന്മാർ, വിശുദ്ധന്മാർ, പരിശുദ്ധ പരിമള തിരുമേനിയൊക്കെ ആ അനുസരണത്തിന്റെ വഴി നമുക്ക് കാണിച്ചു തന്നതാ. വിചിന്തനം കൂടാതെ ദൈവകൽപ്പന അനുസരിക്കുവാൻ നമ്മുടെ തലമുറയ്ക്കും ആ അനുസരണത്തിന്റെ വഴി പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം നമുക്കിടയായാൽ തീർച്ചയായും നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നമ്മളൊരു വലിയ ജാതിയാകും. രണ്ടാമത്, തിരുവചനം വായിക്കുമ്പോൾ അബ്രഹാം ദീർഘക്ഷമയോടുകൂടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചുവെങ്കിൽ, രണ്ടാമത് വാഗ്ദത്ത വിഷയം പ്രാപിപ്പാൻ അവനെ സഹായിച്ചത് ദൈവത്തെ പ്രതി നല്ലത് ത്യജിക്കുവാൻ, ദൈവത്തെ പ്രതി എന്തും ത്യജിക്കുവാൻ അബ്രഹാമിന് സാധിച്ചു എന്നുള്ളതാണ്. നല്ലത് എന്ന് മാത്രമല്ല, എന്തും ത്യജിക്കുവാൻ അബ്രഹാമിന് ദൈവം കൃപ കൊടുത്തു, അബ്രഹാമിന് സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നന്മകൾ ലഭിക്കുമ്പോൾ ലഭിച്ച വഴികൾ മറക്കും, ചുറ്റുപാടുകളെ മറക്കും. പിന്നെ നമ്മൾ മാത്രമായി തീരും ആ നന്മയ്ക്കുള്ളിൽ. ഒരുപക്ഷെ ഒരു പഴയ ചരിത്രം നാം ഒന്ന് നോക്കുമ്പോൾ, ഒരു വീട്ടിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ അദ്ദേഹം മാത്രമായിരിക്കുകയല്ല അതിൻ്റെ ഫലം അനുഭവിക്കുന്നത്. അയാളാണ് ഇളയവരെ പഠിപ്പിക്കുന്നത്, വീട് പുതുക്കുന്നത്, അല്ലേ? അതൊന്നും പ്രതിഫലം മോഹിച്ചൊന്നുമല്ല.
ഇതൊക്കെ എഴുതി തനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല. കാരണം താഴെയുള്ളവരെയൊക്കെ കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ അത്രയും സ്വത്തൊന്നും വീതിച്ചു കൊടുക്കാനൊന്നും ഇല്ലല്ലേ, പിന്നെ കിട്ടുന്നതേ ഉള്ളൂ. പക്ഷെ അതൊരു നന്മയുടെ പാഠമായിരുന്നു, കരുതലിന്റെ പാഠമായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങൾ ഓർക്കുക, ഇന്നിന്റെ കാലഘട്ടത്തിൽ നാം ഒക്കെ ത്യാഗം എന്ന് പറയുമ്പോൾ വളരെ പ്രയാസകരമായ ഒരു സംഗതിയാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ തിരുവചനം വായിക്കുന്നു, ദൈവത്തെ പ്രതി എന്തും ത്യജിക്കുവാനുള്ള മനസ്സ് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നല്ലതാണെങ്കിലും അത് ത്യജിക്കുവാനുള്ള മനസ്സ് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 14-ാം അധ്യായം വായിക്കുമ്പോൾ തിരുവചനം വായിക്കുന്നു, അബ്രഹാം സഹോദര പുത്രനായ ലോത്ത് കനാൻ ദേശത്ത് സന്തോഷത്തോടെ കഴിയുകയാണ്. അവരുടെ ആടുമാടുകൾ വർദ്ധിച്ചു, അവരുടെ ദാസന്മാർ അനവധിയായി. വയലിൽ വെച്ച് അബ്രഹാമിന്റെ ദാസന്മാരും സഹോദരപുത്രനായ ലോത്തിന്റെ ദാസന്മാരും തമ്മിൽ കലഹമുണ്ടായി. അവരെ വഹിക്കാൻ കഴിയാതെ ദേശം വളർന്നു, അവരെ വഹിക്കാൻ കഴിയാതെ ആ ദേശത്തിന് അവരെ വഹിക്കാൻ കഴിയാതെ ആളുകൾ വളർന്നു എന്നാ പറയുന്നത്, സമ്പത്ത് വളർന്നു. അബ്രഹാം രാവിലെ ലോത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര, അബ്രഹാമിന്റെ ഇളയവനാ ലോത്തില്ലേ, ഇവര് സഹോദരങ്ങളാ, ചേട്ടന്റെ അനിയന്റെ മക്കളാ. സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര, ഇനി നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോയാൽ ഈ ദാസന്മാരുടെ കലഹം നമ്മുടെ ഇടയിലേക്ക് വരും, അല്ലേ? ഈ ദാസന്മാരുടെ കലഹം നമ്മുടെ ഇടയിലേക്ക് വരും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ വെച്ച് നമ്മൾക്ക് രണ്ടായിട്ട് പിരിയാം, അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടും. ലോത്ത് അബ്രഹാമിന്റെ മുഖത്തേക്ക് നോക്കുക, എന്തു വേണം? അബ്രഹാം പറയുക, ഒരു കാര്യം ചെയ്യും, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം. നീ തലപൊക്കി നോക്കി ഇഷ്ടമുള്ള സ്ഥലം തെരഞ്ഞെടുക്കുക. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം. അതെ, ഇവിടെ അബ്രഹാമിന്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ, തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ, പേർ വലുതാകുവാൻ, അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കിയത് അവന്റെ ജീവിതത്തിൽ നോക്കുകയും അവൻ നല്ലത് ത്യജിക്കുകയാ. അബ്രഹാമിന്റെ കൂടെയാ ലോത്ത് ഇറങ്ങി വന്ന, ലോത്തിന്റെ കൂടെയല്ല അബ്രഹാം വന്നത്. എന്നിട്ട് പോലും തിരുവചനം വായിക്കുമ്പോൾ തിരുവചനം പറയുന്നു, അബ്രഹാം ലോത്തിനോട് പറയുക, ഇളയ സഹോദരനോട് പറയുക, നീ ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്തു കൊള്ളുവാൻ. ലോത്ത് തലമുക്കി നോക്കിയപ്പോൾ നീരോട്ടമുള്ള പ്രദേശമായി സോദോം ഗോമോറ കണ്ടു. ദൈവം സോദോം ഗോമോറ നശിപ്പിക്കുന്നതിന് മുമ്പ് അത് ഏദൻ തോട്ടത്തിന് സദൃശ്യമായിരുന്നു എന്നാ പറയുന്നത്, സമ്പൽ സമൃദ്ധമായിരുന്നു എന്നാ പറയുന്നത്. ലോത്ത് തലമുക്കി നോക്കിയപ്പോൾ സമ്പൽ സമൃദ്ധി വിളയുന്ന ഏദൻ തോട്ടം പോലെയുള്ള സോദോം ഗോമോറ കണ്ടപ്പോൾ ലോത്ത് പറഞ്ഞു, എനിക്കത് മതിയെന്ന്. അബ്രഹാം യാതൊരു പിണക്കവും പറഞ്ഞില്ല, യാതൊരു പരിഭവവും പറഞ്ഞില്ല. ഇതാ സെലക്ഷൻ തന്റെ സഹോദരന് കൊടുക്കുക. ഞാൻ നിങ്ങൾ ഓർക്കുക, ഇന്ന് ഭവനങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കലഹങ്ങൾ ഉണ്ടാകുന്നത് ഈ സ്വത്ത് ഭാഗം വെക്കുമ്പോഴാണ്, ഇല്ലേ? വല്ലാത്ത അസ്വസ്ഥത, വല്ലാത്ത ആശങ്ക, എരിച്ചിൽ, പുകച്ചിലില്ലേ? ഒരു വല്ലാത്ത കലഹം പുകയുന്നത് ഈ സ്വത്ത് പങ്കുവെക്കുമ്പോഴാണ്. നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരെങ്കിലും കൊണ്ടുപോകുന്നതാണോ ഇത്? ആരനുഭവിക്കുമെന്ന് ആരും അറിയുന്നില്ല. ഇത്രയൊക്കെ സമ്പത്തുണ്ടാക്കി വെച്ചാലും ഒടുവിൽ മരണക്കിടക്കയിൽ ഒരു തുള്ളി വെള്ളം കിടക്കുന്നത് പേരും അറിഞ്ഞുകൂടാത്ത, മുഖം അറിഞ്ഞുകൂടാത്ത ഏതെങ്കിലും മുഖം മൂടിയ നേഴ്സുമാരായിരിക്കും. കാരണം മാസ്ക് ഇട്ടുകൊണ്ടാണല്ലോ നിൽക്കുന്നത്, ഒന്നും അറിഞ്ഞുകൂടാത്തവരായിരിക്കും, ഇല്ലേ? ഹോം നേഴ്സോ അല്ലെങ്കിൽ ICUവിലെ സിസ്റ്റർമാരോ ഒക്കെ ആയിരിക്കും. അതെ, ഇവിടെ തിരുവചനം പറയുന്നു, അബ്രഹാം ദൈവത്തെ പ്രതി ഒരു കലഹമുണ്ടാകരുത്, ഒരിടർച്ച ഉണ്ടാകരുത്, എൻ്റെ സഹോദരനെ ഞാനൊരു മാതൃകയായിരിക്കണം, അവനോട് പറയുക, നീ ഇഷ്ടമുള്ള സ്ഥലം തെരഞ്ഞെടുത്തെല്ലാം പറഞ്ഞു. അവൻ നീരോട്ടമുള്ള, പച്ചപ്പുള്ള, സമ്പൽ സമൃദ്ധമായ പ്രദേശം തെരഞ്ഞെടുത്തപ്പോൾ അബ്രഹാം ഒന്നും മിണ്ടിയില്ല, അവന്റെ മുഖം വാടിയതേയില്ല എന്നാ പറയുന്നത്. പക്ഷേ അർഹതയില്ലാതെ എന്നാൽ തന്റെ സഹോദരനോട് പറയുക, ജ്യേഷ്ഠ, സഹോദര, അങ്ങ് തരുന്നത് മതിയെന്ന് പറയാതെ ആ സോദോം ഗോമോറ വാങ്ങിക്കൊണ്ടുപോയി. അത് അനുഭവിക്കാൻ സാധിച്ചോ? എല്ലാം നഷ്ടപ്പെട്ടു എന്നാ പറയുന്നില്ലേ? ലോത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, സോദോം ഗോമോറ ദേശത്തെ ദൈവം നശിപ്പിച്ചു, അവന്റെ ഭാര്യ നഷ്ടപ്പെട്ടു, 2 പെൺമക്കൾ മാത്രമായി. അതുവിൽ അവന്റെ തലമുറ എങ്ങനെയുള്ളതായി തീർന്നെന്നാ പറയുന്നത്? ശപിക്കപ്പെട്ട തലമുറയായി തീർന്നെന്നാ പറയുന്നത്. കാണുമ്പോൾ സുന്ദരമായിരിക്കാം, നോക്കുമ്പോൾ മനോഹരമായിരിക്കാം, നേടിയാൽ അനുഗ്രഹമായിരിക്കാം എന്നൊക്കെ നമ്മൾ കരുതി പറ്റിച്ചും ചതിച്ചും കബളിപ്പിച്ചുമൊക്കെ നേടിയാൽ ലോത്തിന്റെ ചരിത്രം മറന്നു പോകരുത്. ഒടുവിൽ ലോത്തിന്റെ പുത്രന്മാർ അമ്മോന്യർ, മോവാബ്യർ ശപിക്കപ്പെട്ട തലമുറയെന്ന തിരുവചനം പറയുന്നത്. കാരണം എന്താ? ലോത്തിന് സ്വന്തം പെൺമക്കളിൽ ഉണ്ടായ മക്കൾ അങ്ങനെ ഒരു ദുര്യോഗം വരെ ഉണ്ടായി എന്നാ പറയുന്നത്. ദൈവം തമ്പുരാൻ സമൃദ്ധമായി അനുഗ്രഹിച്ചതാ. പക്ഷേ അബ്രഹാം പറഞ്ഞു, ഇഷ്ടമുള്ള എടുത്തോളാൻ പറഞ്ഞപ്പോൾ ഒന്നും നോക്കാതെ, അബ്രഹാമിനോട് പോലും പറയാതെ, എന്നാ സഹോദരൻ ഒരു വാക്ക് പറ എന്ന് പോലും പറയാതെ അവൻ ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്തു. കണ്ടപ്പോൾ അവന് മനോഹരമായി തോന്നിയതാ. ഇന്നും
ഇങ്ങനെയുള്ള പച്ചപ്പുകളുടെ പിന്നാലെ പോകുന്നവർ അനവധിയാണ്. ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളുടെ തീരങ്ങൾ തേടി പോകുന്നവർ അനവധിയാണ്. ഉള്ള സാഹചര്യത്തിൽ ഒരുപക്ഷെ മറ്റുള്ളവരെ അവഗണിച്ച് മറ്റുള്ളവരെ നശിപ്പിച്ചിട്ടാണെങ്കിലും നേട്ടങ്ങളുടെ പിന്നാലെ പോകുന്നവർ, അങ്ങനെയുള്ളവരുടെ അനുഭവം ലോത്തിനെ നോക്കി പഠിക്കുവാൻ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. അബ്രഹാമിന് യാതൊരു മടിയുമില്ല. കാരണം എന്താ? ഒന്നുമില്ലാത്തവനാ ഞാൻ കടന്നു വന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ ദൈവം പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിപ്പോരുന്നു. ഇവിടെ വന്ന് ഇത്രയാക്കിയെങ്കിൽ ഇനിയും ദൈവം അനുഗ്രഹിക്കും. അതെ, പറക്കാരെയും മുൾച്ചെടിയുമുള്ള സ്ഥലമാണ് തനിക്ക് കിട്ടിയതെങ്കിലും സാരയില്ല, ആടുമാടുകളെ വളർത്താൻ ഏറ്റവും ആവശ്യം പച്ചപ്പാണ്. പക്ഷെ എങ്കിൽ പോലും അബ്രഹാമിന് അതിലൊരു വിഷമമില്ല, നിരാശയില്ല. ദൈവത്തെ പ്രതി അവൻ നല്ലത് ത്യജിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ദൈവം തരുമ്പോൾ തീർച്ചയായും ദൈവസന്നിധിയിൽ നല്ലത് മാത്രം പങ്കുവെക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം നമ്പുരാൻ നല്ലത് തരുമ്പോൾ ദൈവസന്നിധിയിൽ നല്ലത് മാത്രം പങ്കുവെക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം കായിന്റെയും ഹാബേലിന്റെയും ബലി ഇല്ലേ? കായിന്റെയും ഹാബേലിന്റെയും ബലി നമുക്കറിയാം. ആദ്യത്തെ കർഷകനാണ് കായിൻ, ആദ്യത്തെ ആട്ടിടയനാണ് ഹാബേൽ. രണ്ടുപേരെയും ദൈവം അനുഗ്രഹിച്ചു. ഭൂമിയിൽ സമൃദ്ധമായി വിളവുണ്ടായി. കായിൻ ഓരോന്നായി ശേഖരിച്ചു വെക്കുകയാണ്. ഹാബേലിന് സമൃദ്ധമായി ആടുമാടുകൾ ഉണ്ടായി. അവനതിനെ പരിപാലിക്കുകയാ. ദൈവസന്നിധിയിലേക്ക് നേർച്ച കൊണ്ടുവന്നപ്പോൾ ഹാബേൽ ചിന്തിച്ചത് എന്താ? ഒന്നുമില്ലാതിരുന്ന എനിക്ക് ഇത്രയധികം ആടുമാടുകൾ ഉണ്ടാകാൻ കാരണം ദൈവത്തിന്റെ കൃപയാ. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് കൊടുക്കുന്നുവെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മാത്രമേ നൽകുകയുള്ളൂ, ഏറ്റവും നല്ലതായിട്ടുള്ളതേ നൽകുകയുള്ളൂ. അതുകൊണ്ട് കൊഴുപ്പും മേധസ്സമുള്ള ഒരു നല്ല ആട്ടിൻകുട്ടിയാ ദൈവത്തിന് കൊടുത്തത്. പക്ഷെ കായൻ ചിന്തിച്ചത് എന്താ? ദൈവത്തിന് എന്ത് കൊടുക്കാനാ അല്ലേ? എൻ്റെ കൃഷിഫലങ്ങൾ കൊണ്ട് ദൈവത്തിന് എന്ത് കൊടുക്കാനാ? അതുകൊണ്ട് പ്രയോജനമുള്ളത് നാളത്തേക്ക് ഉപയോഗിക്കാം, പ്രയോജനമില്ലാത്തത് എന്തെങ്കിലും ആണെങ്കിൽ നമുക്കത് ഇനി അത് കളയുകയല്ലേ, ദൈവത്തിന് ഉപയോഗിക്കാനല്ലോ. അത് ഉപേക്ഷിക്കുന്ന രീതിയിൽ മനസ്സില്ലാതെ അവൻ ദൈവസന്നിധിയിൽ വിവേചന ബുദ്ധിയോടെ പ്രവർത്തിക്കുക, വിവേചനമില്ലാതെ പ്രവർത്തിക്കുക, വിവേകമില്ലാതെ പ്രവർത്തിക്കുക. ഞാൻ നിങ്ങൾ ഓർക്കുക, തിരുവചനം പറയുന്നു, ദൈവത്തിന് വേണ്ടി നല്ലത് നാം ത്യജിക്കുന്നുവെങ്കിൽ ഒരിക്കൽ പോലും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു നഷ്ടമല്ല. അതെ, യേശുതമ്പുരാന് വേണ്ടി വീട് വിട്ട് നാട് വിട്ട് കടന്നുപോയ സഹതന്മാർ, വിശുദ്ധന്മാർ ഇന്നും നമ്മുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി. എന്തിനു വേണ്ടിയിട്ടാണ്? അവർ സ്വന്തം ജീവിതത്തെ പോലും ദൈവത്തിന് വേണ്ടി ത്യജിക്കുകയായിരുന്നു. പരിശുദ്ധ പരിമല തിരുമേനി ഇവിടെ വന്ന് നമുക്ക് വേണ്ടി ഉരുകി ഒലിക്കുന്ന ഒരു മെഴുകുതിരി പോലെ പ്രാർത്ഥനയോടെ സമർപ്പിക്കുകയായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷവും ആ ജീവിതം നമ്മുടെ മുമ്പാകെ ശോഭയാർന്നു നിൽക്കുന്നതിന്റെ കാരണം എന്താ? അവർ ത്യജിച്ച അനവധി നന്മകളുടെ, ദൈവത്തിന് വേണ്ടി ത്യജിച്ച അനവധി നന്മകളുടെ മകുടോദാഹരണമാ പരിശുദ്ധ അമ്മ. സ്വന്തം ജീവിതം യേശുതമ്പുരാന്റെ ജനനത്തിന് വേണ്ടി മാറ്റിവെച്ചു. സ്വന്തം സുഖഭോഗങ്ങൾ, സ്വന്തം ശാരീരികവും മാനസികവുമായിട്ടുള്ള സുഖത്തിന്റെ വഴികളൊക്കെ യേശുതമ്പുരാന് വേണ്ടി മാറ്റിവെച്ചു. ഞാൻ നിങ്ങൾ ഓർക്കുക, ദൈവത്തിന് വേണ്ടി നല്ലത് എന്ന് നാം കരുതുന്നത് ത്യജിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. ഒരു നോമ്പിന്റെ വേള നമ്മെ ഓർപ്പിക്കുന്നതാ. ഭക്ഷണങ്ങളൊക്കെ വെടിയണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നതാ. നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മളൊന്ന് മാറ്റിവെക്കുകയാ. വെള്ളിയാഴ്ച കർത്താവിന്റെ കഷ്ടാനുഭവ ദിവസമാ. അവന്റെ ക്രൂശിന്റെ തണലിരിക്കുമ്പോൾ ഈ മുറിവുകളൊക്കെ ഏറ്റത്, ഈ ആണിപ്പാടുകളൊക്കെ സഹിച്ചത്, ഈ അടികളൊക്കെ സഹിച്ചത്, ഈ തുപ്പലൊക്കെ ഏറ്റത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാ. അതുകൊണ്ട് അത്രയും അവൻ കഷ്ടപ്പാടേറ്റപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്നവയൊന്നും മാറ്റിവെച്ചില്ല എങ്കിൽ എന്താ നമ്മുടെ ജീവിതത്തിന് അർത്ഥം? അതിനു വേണ്ടിയിട്ടാ, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ത്യജിക്കുന്നത് എന്നോർക്കുക. മനസ്സുകൂടാതെയല്ല, അർദ്ധമനസ്സോടെയല്ല, വെറുപ്പോടെയല്ല, ദേഷ്യത്തോടെയല്ല, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാ. ഇവിടെ ഇതാ അബ്രഹാം ഒരു വാക്കും ലോത്തിനോട് പറയുന്നില്ല. എന്നാലും നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പോലും മിണ്ടുന്നില്ല. ഞാൻ നിങ്ങൾ ഓർക്കുക, അബ്രഹാം ഒരു വലിയ ജാതിയായി തീർന്നുവെങ്കിൽ, അവന്റെ പേർ വലുതായി എങ്കിൽ, അവരൊരു അനുഗ്രഹമായി എങ്കിൽ, ദൈവത്തിന് വേണ്ടി എന്തും ത്യജിക്കുവാനുള്ള മനസ്സുള്ളവനായിരുന്നു അബ്രഹാം എന്ന് തിരുവചനം പറയുന്നു. നമ്മുടെ ജീവിതത്തിലും ഈ ത്യാഗമനോഭാവം ശ്രേഷ്ഠമാണ്. ഈശോപനിഷത്തിൽ പറയുന്നുണ്ട്, ഈശാവാസ്യമിതം സർവം യത്കിം ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചിത മകൃതം കസ്യസിദ്ധനം എന്ന് പറയുന്നത്. അതെ, ഈശ്വരൻ എല്ലായിടവും ഉണ്ട്. ഈ പുല്ലിലും ഈ പുൽക്കൊടിയിലും ഈ കല്ലിലും തൂണിലും തുരുമ്പിലും എല്ലാം ഉണ്ട്. എല്ലായിടവും ഈശ്വരൻ വസിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം എല്ലായിടവും ഉണ്ട്. കാരണം എന്താ? ഇതെല്ലാം അവന്റെ സൃഷ്ടിയാ, ദൈവത്തിന്റെ സൃഷ്ടിയാ. എല്ലായിടവും ഈശ്വര ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. പക്ഷെ നീ എന്ത് ചെയ്യണം?
ത്യാഗത്തോടെ വേണം ഭക്ഷണം കഴിക്കുവാൻ. എന്തുകൊണ്ടാ? ഇത് നിനക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇത് അനവധി തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ളതാ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലേ? അതാ മുതൽ ഇന്നയോളമുള്ള തലമുറകൾ അനുഭവിച്ചതാ. അതുകൊണ്ട് എന്നോടുകൂടെ ഇതെല്ലാം അവസാനിക്കണമെന്നല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയും നീ മാറ്റിവെക്കണം. ഞാൻ നിങ്ങളും ഓർക്കുക, ഈ ഒരു ത്യാഗത്തിന്റെ അനുഭവം ദൈവത്തെ പ്രതി നമ്മുടെ ജീവിതത്തിൽ നല്ലതെന്ന് നാം കരുതുന്നത്, ജീവിതത്തിൽ ശ്രേഷ്ഠമെന്ന് നാം കരുതുന്നത്, സന്തോഷമെന്ന് നാം കരുതുന്നത്, നമ്മുടെ വിജയമെന്ന് നാം കരുതുന്നത് ദൈവത്തിന് വേണ്ടി ത്യജിക്കുവാൻ നമുക്ക് മനസ്സായാൽ തീർച്ചയായും അതൊരിക്കലും ഒരു ത്യാഗമല്ല, അത് നേട്ടമാണ് എന്നോർക്കുക. അവിടെ മാത്രമല്ല, വീണ്ടും തിരുവചനം വായിക്കുമ്പോൾ 14-ാം അധ്യായം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു സംഭവം പറയുന്നുണ്ട്. സൊദോം ഗൊമോറ തെരഞ്ഞെടുത്ത് ലോത്ത് അവിടെ പോയി താമസിച്ച് ഇങ്ങനെ വർദ്ധിച്ചു പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് 4 രാജാക്കന്മാർ സൊദോം ഗൊമോറ ഉൾപ്പെടുന്ന 5 രാജാക്കന്മാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത്. ലോത്തിനെ കുടുംബമായി അടിമകളായി പിടിച്ചോണ്ടുപോയി, സമ്പത്തെല്ലാം കൊള്ളയിട്ട് പോയി. ഒരു ഭൃത്യൻ മാത്രം രക്ഷപ്പെട്ട് അവൻ ഓടിച്ചെന്ന് അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സഹോദരൻ ലോത്തിനെയും കുടുംബത്തേക്ക് ഇതാ ആ രാജാക്കന്മാർ പിടിച്ചു കൊണ്ടുപോയിരിക്കുന്നു, അവനിനി അടിമകളായി ജീവിക്കേണ്ടി വരും. ഇത് കേട്ട അബ്രഹാം, നമ്മളായിരുന്നേ പറഞ്ഞേനെ അവൻ ഇതല്ല ഇനി അപ്പുറം വരേണ്ടതാ, കാരണം പണ്ടെന്നെ കളിപ്പിച്ചുകൊണ്ട് പോയതാ, ഇല്ലേ? നമ്മുടെ ഒരു മനോഗതിയതാ. പക്ഷേ തിരുവചനം വായിക്കുമ്പോൾ നമ്മുടെ കാണുന്നു, 75 വയസ്സിൽ യാത്ര ആരംഭിച്ചു, 100 വയസ്സ് പിന്നിട്ടിരിക്കുന്ന അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്. അവൻ തൻ്റെ വീട്ടിൽ ജനിച്ചു വളർന്ന 318 പടയാളികളെയും കൊണ്ട് ഈ 5 രാജാക്കന്മാരെ തോൽപ്പിച്ച 4 രാജാക്കന്മാരെ പിന്തുടർന്ന് അവരെ പരാജയപ്പെടുത്തി സഹോദരനെ വിടുവിച്ചു കൊണ്ടുവന്നു എന്ന് പറയുന്നത്. തൻ്റെ ആരോഗ്യം, തൻ്റെ കുടുംബത്തിന് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി ത്യജിക്കുവാൻ അബ്രഹാമിന് മനസ്സായിരുന്നു എന്നാ പറയുന്നത്. ഒരുപക്ഷെ പ്രതികാരം ചെയ്യാം, അല്ലെങ്കിൽ പറയാം ഇതൊക്കെ നീ ഒരു പാഠം പഠിച്ചോ, അല്ലെങ്കിൽ അവനോട് പറയാം ഇതൊരു പാഠമാണ്, നീ നല്ല നിലവെടുത്തല്ലോ. പക്ഷെ അവിടെയൊന്നും അബ്രഹാമിന്റെ ജീവിതത്തിൽ കുറ്റപ്പെടുത്തലോ പരാതികളോ ഒന്നുമില്ല, ഇല്ലേ? അവൻ ചെയ്യാൻ കഴിയുന്ന നന്മ ചെയ്യുക എന്ന് മാത്രമാ. അവന്റെ ആരോഗ്യം അവൻ ത്യജിക്കുന്നു, അവന്റെ ജീവനെ പോലും ത്യജിച്ചിട്ടാണ് കേവലം 318 പടയാളികളുമായി അവൻ യുദ്ധത്തിനിറങ്ങുന്നത്. അവൻ ജയിച്ച് ലോത്തിനെ വീണ്ടെടുത്തു. വീണ്ടും നാം കാണുന്നു, ജയിച്ച് മടങ്ങി വരുമ്പോൾ, വിജയശ്രീലാളിതനായി മടങ്ങി വരുമ്പോൾ ശാലേം രാജാവായ മൽക്കീസേദെക്ക്, അതെ, അവനെ ശേഖേം താഴ്വരയിൽ എതിരേറ്റു ചെന്നു എന്നാ പറയുന്നത്. അവൻ എതിരേറ്റി എന്നത് അപ്പവും വീഞ്ഞുമായി എതിരേറ്റു ചെന്നു എന്നാ പറയുന്നത്. എതിരേറ്റ് ചെന്നിട്ടോ തിരുവചനം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, അബ്രഹാമിനെ ഈ ശാലേം രാജാവായ മൽക്കീസേദെക്ക് അനുഗ്രഹിക്കുകയാ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്ന്. അതെ, 19-ാം വാക്യം 14-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം. അവനവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഈ ആശംസയാ, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാന്നുള്ള ഈ ആശംസയാ, ഈ അനുഗ്രഹ വചസ്സുകളാ ഓരോ ആരാധനയുടെയും അവസാനത്തിൽ നാം കേൾക്കുന്നത്. വിജയശ്രീലാളിതനായി മടങ്ങി വന്ന അബ്രഹാമിനെ ശാലേം രാജാവായ, സമാധാനത്തിന്റെ രാജാവായ മൽക്കീസേദെക്ക്, രാജാവും പുരോഹിതനുമായവൻ അനുഗ്രഹിച്ചതാണ് അത്. ഒടുവിൽ അനുഗ്രഹമൊക്കെ കഴിഞ്ഞപ്പോൾ മൽക്കീസേദെക്ക് അബ്രഹാമിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഈ സമ്പത്ത് മുഴുവൻ നീ എടുത്തോളൂ. അവർ വെട്ടിപ്പിടിച്ചതാ, പക്ഷെ ഇപ്പൊ ഇത് ഇവിടെ ശേഷിച്ചിരിക്കുക, നീ തിരിച്ചെടുത്തല്ലോ. ഈ സമ്പത്ത് മുഴുവൻ നീ എടുത്തോ, പക്ഷേ ഈ അഭ്യാസികളായ 318 പേരെ എനിക്ക് തരണം. ഈ അഭ്യാസികളായ 318 പേരെ എനിക്ക് തരണം. കാരണം എന്താ? ഒരു രാജാവിന്റെ കണ്ണ് എപ്പോഴും ഭടന്മാരിലാണ്, അവന്റെ സൈന്യത്തിന്റെ ബലത്തിലാണ്. തങ്ങൾക്ക് സാധിക്കാത്തത് 5 രാജാക്കന്മാർ ഒരുമിച്ച് നിന്നിട്ട് സാധിക്കാത്തത് അബ്രഹാം 318 പേരെയും കൊണ്ട് പോയപ്പോൾ സാധിച്ചുവെങ്കിൽ എന്തുമാത്രം അഭ്യാസികളായത്. അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, ഈ സമ്പത്ത് മൊത്തം നീ എടുത്തോ, പക്ഷേ ഈ 318 പേരെ എനിക്ക് തരണം. അബ്രഹാം അതിന് കൊടുത്തൊരു മറുപടിയുണ്ട്, നീ എന്നെ അനുഗ്രഹിച്ചുവെന്ന് ആരും പറയരുത്. ഞങ്ങൾ കഴിച്ച ഭക്ഷണമല്ലാതെ ഞങ്ങളൊന്നും ഇവിടുന്ന് എടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് സകലത്തിലും ദശാംശം തരാം, എനിക്കുള്ള സകലത്തിലും ദശാംശം തരാമെന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുകയാണ്. ഒരു വലിയ ഓഫറാണ് ഈ ശാലേം രാജാവ് മുമ്പോട്ട് വെച്ചതല്ലേ, ഇത്ര വലിയ സമ്പത്ത്. പക്ഷേ ഓർക്കുക, അവന്റെ ദൈവത്തെ പ്രതി അവനത് പൂർണ്ണമായും ത്യജിക്കുകയാണ്. എനിക്കിത് വേണ്ട, അതിനേക്കാൾ വലിയത് മനുഷ്യശേഷിയാണ്. അതൊരു വലിയ തിരിച്ചറിവ് അബ്രഹാമിനുണ്ടായിരുന്നു, ഹ്യൂമൻ റിസോഴ്സ്. ഞാൻ നിങ്ങളും ഓർക്കുക, നമ്മളൊക്കെ വലിയ സാധ്യതകളാണ്, മറന്നു പോകരുത്. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ വീട്ടിൽ കുടുംബം ചെറുതായിക്കൊണ്ടിരിക്കുക, 1-2 പേരൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. 10-12 പേരുള്ളപ്പോൾ അന്ന് സമ്പത്ത് കുറവായിരുന്നുവെങ്കിലും ദൈവം അനുഗ്രഹകരമായി നടത്തി. അവരുടെ അധ്വാനമാണ്, ആ മനുഷ്യശേഷിയുടെ
പ്രവർത്തനമാണ് ഇന്ന് നമ്മുടെ ഐശ്വര്യത്തിനും അനുഗ്രഹത്തിനും കാരണം. ആള് കുറയുമ്പോൾ ഈ മനുഷ്യശേഷി കുറയുകയാണ്, നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടെന്താ, ഇന്ന് പലപ്പോഴും ഈ മനുഷ്യശേഷി നാം പണയം വെക്കുകയാണ്. വൻകിട കമ്പനികളൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് നമ്മളെ വിലക്കെടുത്തുകൊണ്ട് പോവുകയാണ്. ഒടുവിൽ വീട്ടിലൊക്കെയോ വലിയ ബംഗ്ലാവ് മാത്രം ഒറ്റപ്പെട്ട് നിൽക്കുക. പ്രായമായ ഒരു അപ്പച്ചനോ ഒരു അമ്മച്ചിയോ ആ വീട്ടിന്റെ ഏതെങ്കിലും മൂലയെ കാണാം. നോക്കാൻ എവിടെന്നെങ്കിലും കൊണ്ടുവന്ന് ഇനി ബംഗാളികളെ അതിനും തിരക്കണം, ഇല്ലേ? ഒരു ഹോം നേഴ്സും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ മനുഷ്യശേഷി ഒക്കെ പണയം വെക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക. നല്ലതാണ് ജീവിതവും ജോലിയും ഒക്കെ, പക്ഷെ ഓർക്കുക, അബ്രഹാം പണ്ടേ ഇത് തിരിച്ചറിഞ്ഞ ആളാണ്. എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമുണ്ടോ? അവൻ അവന്റെ പടയാളികളെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ആ സമ്പത്ത് അവൻ നിഷ്കരുണം ത്യജിച്ച് കളയുകയാ ദൈവത്തെ പ്രതിയ. അവനോട് കൂടെയുള്ളവരെ അവൻ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല. ഇന്ന് നമുക്കറിയാം, നേട്ടങ്ങളൊക്കെ കിട്ടുമെന്നറിഞ്ഞാൽ എന്തു വേണമെങ്കിലും വിട്ടിട്ട് ആ നേട്ടത്തിന്റെ പിന്നാലെ നാം പോകും. അതെ, അനുഗ്രഹം നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, നീ ഒരു വലിയ അനുഗ്രഹമാകുമെന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞുവെങ്കിൽ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന് തിരുവചനത്തിൽ അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തുവെങ്കിൽ, മാത്രമല്ല നിന്റെ പേർ വലുതാക്കുമെന്ന് പറഞ്ഞുവെങ്കിൽ, അവൻ ദൈവത്തെ പ്രതി അവന്റെ ജീവിതത്തിൽ എന്തും ത്യജിക്കുവാനുള്ള മനസ്സുണ്ടായിരുന്നു. അവന്റെ ആരോഗ്യം മാത്രമല്ല സമ്പാദ്യം അവൻ ദൈവത്തെ പ്രതി ത്യജിക്കുകയായിരുന്നു എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. മൂന്നാമത്, യഹോവയാൻ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചതിൻ്റെ മൂന്നാമത്തെ കാരണം, ദൈവത്തിന് എന്തും നൽകുവാനുള്ള മനസ്സ്. ത്യജിക്കുക മാത്രമല്ല, എന്തും ദൈവത്തിന് നൽകുക എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. ദൈവത്തിന് വേണ്ടി എന്തും നൽകുവാനുള്ള മനസ്സ് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ പൂർത്തീകരണമാണ് നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അവനൊരു കുഞ്ഞില്ലായിരുന്നു. ഒടുവിൽ അവൻ വാഗ്ദത്തം ക്ഷമയോടെ കാത്തിരുന്ന് ഒരു കുഞ്ഞിനെ ലഭിച്ചു. അവന്റെ പേര് ഇസഹാക്ക്, ഇല്ലേ? ഇസഹാക്കിനെ ലഭിച്ചു. അവന്റെ മുലകുടി മാറി. അപ്പോഴാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചത്, അബ്രഹാമേ, നിന്റെ ഏകജാതനെ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണം. തിരുവചനം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, അവനവന്റെ ഭാര്യയോട് പോലും ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് ആ കുഞ്ഞിനെയും കൊണ്ട് അവൻ മോറിയ മലയിലേക്ക് പോവുകയാണ്. നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം അതല്ല. നമുക്കറിയാം, ഒരു വിഷമ വാർത്ത നാം കേട്ടാൽ നമ്മുടെ മുഖത്ത്, നമ്മുടെ പ്രവൃത്തിയിൽ അത് പ്രകടമാകും, ഇല്ലേ? ഒരു വിഷമകാര്യം വന്നാൽ, ഒരു പ്രതിസന്ധി വന്നാൽ നമ്മുടെ ഭാര്യ നമ്മളോട് ചോദിക്കും, എന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലേ? എന്താ നിങ്ങൾ കഴിക്കാത്തത്? അവർക്ക് തിരിച്ചറിയാം, നമ്മുടെ കൂടെയുള്ളവർക്ക് തിരിച്ചറിയാം. പക്ഷേ സാറയ്ക്ക് അത് അറിയാൻ സാധിച്ചില്ല. കാരണം എന്താ? അബ്രഹാമില് ഒരു മാറ്റം ഇല്ലായിരുന്നു. അതാണ് അബ്രഹാമിന്റെ ജീവിതത്തിലെ വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് അബ്രഹാമിന്റെ ദൈവാശ്രയം എന്ന് പറയുന്നത്. അവന്റെ മുഖം വാടിയില്ല, അവന്റെ ഹൃദയം പതറിയില്ല. അവൻ പിറ്റേന്ന് അതിരാവിലെ ആരാധനയ്ക്കായി ആ മകനെയും വിളിച്ചുകൊണ്ട് മോറിയ മലയിലേക്ക് പോവുകയാണ്. ദൈവത്തിന് എന്തും നൽകുവാനുള്ള ഒരു മനസ്സ്. ആ പോയ വഴിയിലും അവന്റെ ആരാധനയുടെ വഴി, അവന്റെ ആരാധനയുടെ ശീലം അവൻ മറന്നില്ല. അവിടെ നാം കാണുന്നുണ്ട്, അവൻ വിറകെടുത്ത് ആരുടെ ചുമലിൽ വെച്ചു എന്നാ പറയുന്നത്? തന്റെ ചുമലിലല്ല, തന്റെ മകന്റെ ചുമലിൽ വെച്ചു. കാണുന്നവര്, വേദപുസ്തകം വായിക്കുന്നവരും പറയും, എന്ത് ദുഷ്ടനാ, ആ കുഞ്ഞിനെ കൊല്ലാൻ കൊണ്ടുപോവാ, ബലിയർപ്പിക്കാൻ കൊണ്ടുപോവാ, എന്നിട്ടും ആ ഭാരം അവന്റെ തോളിലാണല്ലോ വെച്ചതെന്ന്. നമുക്കറിയാം, ഇന്ന് നമ്മൾ എന്തെങ്കിലും ഭാരം നമ്മുടെ തലമുറയുടെ കയ്യിൽ കൊടുക്കുമോ? ഒരു സ്കൂൾ ബാഗിന്റെ ഭാരം പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട. അത് ചുമന്നുകൊണ്ട് വണ്ടിയെ കയറ്റി കൊടുക്കുന്നത് മമ്മിയോ ആന്റിയോ അല്ലെങ്കിൽ വല്യമ്മച്ചിയോ ആരെങ്കിലും അതുപോലും എടുക്കാൻ നമ്മൾ അനുവദിക്കുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയ ഭാരം പോലും കൊടുക്കാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ടാ അവരെ വയറു നിറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് എവിടെയും വിടത്തോളം, എല്ലാം ഒരു ഭാരം പോലും കൊടുക്കുകയില്ല. ഇവിടെ ഇതാ അബ്രഹാം നമുക്ക് കാണിച്ചു തരുന്ന ആരാധനയുടെ ഒരു വഴിയുണ്ട്, അവന്റെ ശൈലിയുണ്ട്. ആ കുഞ്ഞിന്റെ ചുമലിലാണ് അവൻ എന്ത് വെച്ചിരിക്കുന്നത്? ആ വിറക് കെട്ട് വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ആ വിറകുരഞ്ഞ് ഇവിടെ ചെറിയ പാടുകൾ ഉണ്ടാകും. അത് ആരാധനയുടെ തഴമ്പുകൾ. അവൻ വളർന്നു വരുമ്പോൾ, അവന് കുളിക്കുമ്പോഴും അവന്റെ ശരീരം തടവുമ്പോഴും ഓർക്കും, ഇതെന്താ? എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ പള്ളിയിൽ പോയതിൻ്റെ, ബലിയർപ്പിക്കാൻ പോയതിൻ്റെ ഓർമ്മയാണ് അവനെ വിട്ടുമാറാതെ നിൽക്കുന്നത്. ഓർക്കുക, ഇതുപോലെയുള്ള ആരാധനയുടെ അനുഭവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. വിശന്ന് നോമ്പനുഷ്ഠിച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത്, ഞാനൊക്കെ എൻ്റെ പൈതൽ പ്രായത്തിലെ ആരാധനാനുഭവങ്ങൾ സജീവമായി നിൽക്കുന്ന കാഴ്ചയാണ്. ഞങ്ങളുടെ പള്ളി എന്ന് പറയുന്ന ഒരു കൊച്ചു പള്ളിയാണ്, 10-30 വീടേ ഉള്ളൂ. അവിടെ ഒന്നും കഷ്ടാനുഭവാഴ്ചയോ അല്ലെങ്കിൽ മറ്റൊന്നുമില്ല. മാസത്തിലൊരിക്കലും കാണും ഒരു കുർബാന കാണും. ഓരോ ഓശാനയ്ക്കോ
അല്ലെങ്കിൽ ഒരു പെസഹായിക്കോ കുർബാന കൊള്ളണമെങ്കിൽ 5 കിലോമീറ്ററോളം ഒക്കെ നടന്നു പോകണം. അന്നത്തെ ആരാധനയുടെ വഴി ഇപ്പോഴും ഓർക്കുന്നുണ്ട്. രാവിലെ രാത്രി 1 മണിയാകുമ്പോഴേ വിളിച്ചുണർത്തി ചൂട്ടും കത്തിച്ച് ഒരു കൂട്ടാളുകളായിട്ട് ആ പള്ളിയിലേക്ക്, അല്ലയുടെ വലിയ പള്ളിയിലേക്ക് പോകുന്ന കാഴ്ച. അവിടെ ചെന്ന് അവിടെ ഇരുന്ന് ചിലപ്പോൾ ഉറങ്ങിയാൽ പോലും മണിയുടെ ശബ്ദമൊക്കെ ഇട്ട് ചാടി എഴുന്നേറ്റ് വിശുദ്ധ കുർബാന കൊള്ളുന്ന ഓർമ്മ. ഒരുപക്ഷെ വേദനയുടെയും പ്രയാസങ്ങളുടെയും ആരാധനയുടെ വഴിയിൽ നമുക്കിന്ന് തലമുറയെ നടത്തുവാൻ വളരെ പ്രയാസമാണ്, ഇല്ലേ? തലമുറയെ നടത്തുവാൻ വലിയ പ്രയാസമാണ്. അബ്രഹാമിന്റെ ജീവിതം പറയുകയാണ്. അവന്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ പോലും, തന്റെ കുഞ്ഞിനെ ബലിയർപ്പിക്കുവാൻ കൊണ്ടുപോയ ഘട്ടത്തിൽ പോലും അവന് ആരാധനയുടെ വഴി ക്രമീകൃതമായി ചിട്ടയോടുകൂടെ നിർവഹിക്കുകയാണ്. വീണ്ടും നാം വായിക്കുന്നു, ആ ചുമട് തൻ്റെ മകന്റെ തോളിൽ വെച്ചിട്ട് തീയും കത്തിയും അവൻ എടുത്തു എന്നാ പറയുന്നത്. അപകടകരമായ 2 വസ്തുക്കളാണ് ഈ തീയും കത്തിയും എന്ന് പറയുന്നത്, ഇല്ലേ? അത് അപകടകരമായ 2 വസ്തുക്കളാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അപകടകരമായ വസ്തുക്കളാണ് പലപ്പോഴും നമ്മുടെ തലമുറ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പല മാതാപിതാക്കൾക്കും ആശങ്കയും വേദനയും, അല്ലേ? ഇന്നത്തെ വാഹനങ്ങളുടെ കഥയൊക്കെ ഓർത്താൽ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന വാഹനങ്ങൾ, യാത്ര ചെയ്യാൻ പണ്ടൊരു വാഹനം വേണമായിരുന്നു. നീ യാത്ര ചെയ്യുന്നതിലുപരിയായി ഇന്ന് പുതിയ തലമുറ വാഹനങ്ങൾ, മാത്രമല്ല അവരുപയോഗിക്കുന്ന വസ്തുക്കൾ, ഇതൊക്കെ പലപ്പോഴും അപകടം ക്ഷണിച്ചു വരുത്തുന്നത്. പക്ഷേ അബ്രഹാം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, അപകടമുണ്ടാക്കുന്ന വസ്തുക്കൾ അബ്രഹാമിന്റെ കയ്യിലാണ്, ആരാധനയുടെ വഴി. അതെ, ആ ബാലനെ അവൻ കെട്ടിൽ വിറകിന്മേൽ വെക്കുമ്പോൾ, ആ യാഗപീഠത്തിൽ വെക്കുമ്പോൾ പോലും അബ്രഹാമിന്റെ മനസ്സിനൊരു മാറ്റമില്ല. അവൻ മനസ്സോടെ ബലിയർപ്പിക്കുവാൻ തയ്യാറാവുകയാണ്. എന്തും ദൈവത്തിന് നൽകുവാൻ അവൻ തയ്യാറാവുകയാണ്. അവന്റെ ജീവിതത്തിൽ ശ്രേഷ്ഠമായുള്ളത് പോലും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തയ്യാറാവുകയാണ്. ഒരു ഓണക്കാലത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുക, ഇല്ലേ? ഈ ഓണം നമ്മെ ഓർപ്പിക്കുന്നത് മഹാനായ ഒരു ചക്രവർത്തി, മഹാബലി എന്ന് നാം പറയും. അദ്ദേഹം തന്റെ വാഗ്ദത്തം നിറവേറ്റുവാൻ, താൻ കൊടുത്ത വാക്ക് നിറവേറ്റുവാൻ തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്ത ആളാണ്, അല്ലേ? തൻ്റെ ശിരസ് വരെ കാണിച്ചു കൊടുത്ത ആളാണ്, നൽകുവാനുള്ള മനസ്സ് കാണിച്ചു കൊടുത്ത ആളാണ്. നാം വിശ്വസിച്ചേറ്റ് പറയുന്ന നമ്മുടെ പ്രധാന പുരോഹിതനായ, നമ്മുടെ രാജാവായ നമ്മുടെ തമ്പുരാൻ തൻ്റെ ശരീരമാ നമുക്ക് മുറിച്ചു നൽകിയത്. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി എന്തും നൽകുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ അബ്രഹാം നമ്മെ ഓർപ്പിക്കുകയാണ്. അതെ, അവൻ വാഗ്ദത്തോടുകൂടെ ഇരുന്ന് ക്ഷമയോടുകൂടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. യഹോവയാം ദൈവനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും, ഞാൻ നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അത് കാരണമായത് അത്രമാത്രം വാഗ്ദത്തം പ്രാപിക്കുവാൻ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചത്. അതെ, ദൈവകൽപ്പന വിചിന്തനം കൂടാതെ അനുസരിക്കുന്ന അബ്രഹാം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ തലമുറയുടെ ജീവിതത്തിൽ ഈ ഒരു അനുസരണത്തിന്റെ പാഠം, ആരാധനയുടെ പാഠം നാം മറന്നു കളയരുത്. അത് പരിശീലിപ്പിക്കുവാനിടയാകണം. മാത്രമല്ല, ദൈവത്തെ പ്രതി നല്ലത് ത്യജിക്കുവാൻ. അതെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്പരാൻ നന്മകൾ നൽകിയിട്ടുണ്ട് എങ്കിൽ ദൈവത്തെ ഓർത്ത് നമുക്കിഷ്ടമെന്ന് കരുതുന്നത് ആവശ്യമായി വന്നാൽ ത്യജിക്കുവാൻ നാം ഇടയായാൽ ഇരട്ടിയായി ദൈവം നമ്പരാൻ നൽകും. മാത്രമല്ല, ദൈവത്തിന് എന്തും നൽകുവാനുള്ള ഒരു മനസ്സ്. കാരണം ദൈവം തന്നതല്ലാതെ ഒന്നും ജീവിതത്തിലില്ല. ഇത്ര നന്മയോടെ, ഇത്ര സന്തോഷത്തോടെ ദൈവം നമ്മെ നടത്തുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് എന്തും നൽകുവാൻ, നമ്മുടെ ജീവിതം തന്നെ കാഴ്ചയായി സമർപ്പിക്കുവാൻ. അതുകൊണ്ട് പിതാക്കന്മാരൊക്കെ പറയുന്നത്, എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാൻ, ഒരു സുഗന്ധധൂപം പോലെ തിരുമുമ്പാകെ സമർപ്പിപ്പാൻ കൃപ തരണമേ എന്ന്. അങ്ങനെ ആ വാഗ്ദത്ത വിഷയം പ്രാപിക്കുവാൻ, തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ, സൽപ്പേരും സൽകീർത്തിയും ഉണ്ടാകുവാൻ ഈ തിരുവചനം നമുക്കൊരു മാതൃകയാക്കട്ടെ. നമ്മെ അനുഗ്രഹത്തിന്റെ വഴിയിലൂടെ ദൈവം നയിക്കട്ടെ. പരിശുദ്ധ പരിമല തിരുമേനിയുടെ പ്രാർത്ഥന അത് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് എളിയ വചനങ്ങളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.